നമസ്കാരം. 17 പേരുടെ മരണത്തിനിടയാക്കിയ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. എന്തായാലും ഈ അപകടത്തിൽ മരണപ്പെട്ട ആളുകളൊക്കെ ഈ മുണ്ടത്തിക്കോടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളാണ്. മുണ്ടത്തിക്കോടുള്ള മണിയുണ്ട്, അതുപോലെ തന്നെ എരുവപ്പെട്ടി, വടക്കാഞ്ചേരി, മലപ്പുറം ജില്ലയിലെ എടപ്പാള്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ആളുകളൊക്കെ, പട്ടാമ്പിയിലുള്ള ഒരാളുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു. ചില ആളുകളൊക്കെ തലനാരികൾക്ക് രക്ഷപ്പെട്ട ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. എന്തായാലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കക്ഷിയാണ് എൻ്റെ കൂടെയുള്ളത്. മോഹനേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഈ അപകടം നടക്കുന്ന ദിവസം അന്ന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു, ജോലിക്ക് പോയില്ല. ഒരുപാട് വർഷമായി ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരു കക്ഷിയാണ്. എന്തായാലും ഈ അപകടത്തിന് കാരണമായത് എന്താണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും മോഹനേട്ടന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു അപകടത്തിന് കൃത്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിമുക്കിടത്താണ് പ്രശ്നം ഉണ്ടായത്. അതായത് ഉപ്പ് കരി ഗന്ധവും കൂട്ടിയിടിച്ചിട്ടുള്ള മേഖലയിലാണ് തിരിമുക്കുക. അതൊരിക്കലും കത്തില്ല. അത് തീ വെച്ചാൽ അത് കത്തില്ല, ഏത് വെയിലത്തും കൊണ്ടിടാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് തീ ഇവിടെ കത്തിക്കുമ്പോഴേക്കും അവിടെ എത്താനുള്ള പരിപാടിയാണ് ചെയ്തത്. അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് പറയും. ഈ പൊട്ടാസ്യമാണ് ഈ തിരിമുക്കിയത്. അത് ഒരിക്കലും വെയിൽ കൊള്ളാൻ പാടില്ല, തണലത്തിട്ടിട്ട് കാറ്റ് കൊണ്ട് ഉണങ്ങേണ്ടതാണ്. ഈ സാധനം അങ്ങനെ പൊട്ടാസ് ഉപയോഗിച്ച് പെട്ടെന്ന് തീ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. പഴയ കാലത്ത് അമ്മത്തിന് ഞങ്ങൾ തുണിത്തിരിയാണ് ഉണ്ടാക്കുക. തുണിയിൽ കടുമരുന്നിന്റെ പൊടി ഇട്ടിട്ട് തിരിച്ചുണ്ടാക്കണം. അപ്പൊ രണ്ടാൾ വേണം അതിനൊക്കെ. പണി കൂടുതലല്ലേ. ഇത് എളുപ്പപ്പണി കണ്ടെത്തിയത് ഇത് ഇങ്ങനെയാണ്. പൊട്ടാസിൽ തിരിമുക്കിയിട്ട് തണലത്തിട്ട് ഉണക്കേണ്ടതാണ്. അത് ഇവർക്ക് തെറ്റുപറ്റി. ഈ പണിശാല അവിടെ കണക്കാക്കി ഇവിടെ ഇരുന്നിട്ടാണ് ഈ പണി ചെയ്തത്. വെയിൽ കൊള്ളാൻ പാടില്ല. വെയിൽ കൊണ്ടാൽ തീയ എവിടെ വരും പറയില്ല, അങ്ങനെ തീയ കത്തും. അതാണ് അനുഭവം. എന്റെ മകൻ മരണപ്പെടാൻ കാരണം ഇതാണ്. മകൻ മരണപ്പെട്ടിട്ടുണ്ട് ഉണ്ട്. അത് ഈ തിരിയിലാണ് അവൻ മരണപ്പെട്ടത്. അത് ഏത് സമയത്താണ്? അത് 8 വർഷം കഴിഞ്ഞു. അത് എവിടെ വെച്ച്? അത് ഇരുളാങ്കോട് അമ്പലത്തിന്റെ അടുത്താണ്. ഈ തിരി ഞാൻ പറഞ്ഞ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു വാശിക്ക് അവൻ ഉണ്ടാക്കി. പിറ്റേ ദിവസം കാലത്ത് 9:09 വെയില് കൊള്ളിലും ഒന്നിച്ചിട്ടൊറ്റ ആളില്ല. ഈ സാധാരണ അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണ്? പാടില്ല. ഇത് തെറ്റ്. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഉണ്ടാക്കാൻ അകലെ പോയിരുന്നിട്ട് തണലത്ത് പോയിരുന്നുണ്ടാക്കണം. ഈ പണി ഇവിടെ നിറവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇവിടെ വന്നിരുന്ന് ഇവരായിട്ട് വർത്തമാനം പറയാനായിട്ട് വന്നിരിക്കും. പാടുന്ന തെറ്റാണ്, ഊക്കം തെറ്റാണ് ഇപ്പൊ ഉണ്ടായത്. ഇപ്പൊ ഇവിടെ ഈ മരുന്ന് പണി, ഇതിന്റെ ഈ പണിശാല ഉണ്ടല്ലോ, അവിടെ ഈ പണി നടക്കുന്നു സമയത്ത് പുറമെ നിന്നുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പത്രക്കാരും ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഈ സ്ഥലത്തേക്ക് വരാൻ പാടുള്ളതാണോ ശരിക്കും? അല്ല, എല്ലാം കൂട്ടം കൂടി ഇരിക്കുന്നത് തെറ്റാണ്. കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാവില്ല, 10 കമ്മിറ്റിക്കാർ വരും. എവിടുന്ന്? തൃശ്ശൂരിൽ നിന്ന് 10 കമ്മിറ്റിക്കാർ. അതെ, അവരാണ് പൈസ കൊടുക്കുക. അവര് പോകുമ്പോ ഈ പണി കഴിഞ്ഞ സാധനങ്ങൾ അവർ കയറ്റി പോകും. അവർക്ക് ഗോഡാവുണ്ട് അവിടെ. എവിടെ? തൃശ്ശൂര്. അതിൽ കൊണ്ടാക്കി പൈസ കൊടുത്തിട്ട് അവർ പോവുക. പിന്നെ വീണ്ടും വന്നിട്ട് പണിയെടുക്കുമ്പോ അവരുണ്ടാവും. ഒപ്പം ഇത് ഊക്കം തെറ്റാണ് ചെയ്തത്. ഇതിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് ഈ പൊട്ടാസിൽ കൂട്ടിയുള്ള തിരി ഈ ചതിച്ചത് ഈ തിരിയാണ് ചതിച്ചത്. അതെ, അപകടം ഉണ്ടാക്കി. അതെ. മോഹനേട്ടൻ അവിടെ അന്നേ ദിവസം ജോലിക്ക് പോയില്ല? ഇല്ലില്ല, 2 ദിവസം മുന്നേ ഞാൻ പോയില്ല. ലീവ് എടുത്തു. ഇവിടെ ഈ പണിക്ക് മോഹനേട്ടൻ അവിടെ പോയിരുന്നതാണ്? അവിടെ ഉണ്ട്, കുണ്ടന്നൂരിൽ ഞാൻ പോയിരുന്നതാണ്. അവിടെ ഒരു മരണം കഴിഞ്ഞു. അത് അപകടത്തിൽ പെട്ടത്. ആ ചങ്ങായി സോപ്പ് എടുക്കാൻ വന്നതാണ്. ഞങ്ങളെല്ലാവരും പുഴയിൽ ഇറങ്ങി. അയാളുടെ സോപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് മണി എന്ന് പറഞ്ഞാണ്. മൂപ്പനെ കൊണ്ടുപോയി. എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്? ഞാന് 24 വയസ്സിൽ തൊട്ടിട്ട് വയസ്സായി. എനിക്കിപ്പോ 68 വയസ്സ്. സ്വന്തമായിട്ടുള്ള വർക്കുകൾ ചെയ്തായിരുന്നു ഞാൻ ഇഷ്ടം പോലെ. ഈ എരുമ്പപ്പെട്ടിയിലൊക്കെ ഒരു വിധമുള്ള എല്ലാ പോരത്തിലും വെടിക്കെട്ട് തീർച്ചയായിട്ടും ഞാനാണ്. അത് എക്സ്പ്രസ് ലൈസൻസ് ഇവിടെ എന്താണ് പറയാ, ഇവിടെയൊക്കെ ഒരു മുഹമ്മദ് കുട്ടി പറയും, ചെർപ്പളശ്ശേരി, പുള്ളിക്കാരന്റെ ലൈസൻസ് ഞാൻ ഇങ്ങോട്ട് മേടിക്കുന്നതിൻ്റെയാണ്. ഇവർക്കൊരു സംഖ്യ കൊടുത്തിട്ട് ആ ലൈസൻസിലാണ് വർക്ക് ചെയ്തിരുന്നത്. 44 വർഷമായിട്ട് ഈ മേഖലയിൽ തൊഴിലെടുക്കും. അപകടങ്ങള് ഇപ്പൊ നേരത്തെ മകൻ മരിച്ചു എന്ന് പറഞ്ഞു. അത് ഈ പണിയിലാണ് പറ്റി. ഈ തിരിയാണ് ചതിച്ചത്. എത്ര അപകടങ്ങൾ ഈ ഒരു 44 വർഷത്തിനിടയ്ക്ക് എത്ര അപകടങ്ങൾ അല്ല, മോഹനേട്ടന് എത്ര അപകടം ഉണ്ടായിട്ടില്ല? പക്ഷെ ഈ ചില അപകടങ്ങളിൽ നിന്നൊക്കെ തലനാരിക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട അപകടങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്?
ഏത് വർഷത്തിലാണ്? അത് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷം. ഒരു മണി എന്ന് പറഞ്ഞിട്ടുള്ള കാവശ്ശേരി മണി ധരിച്ചത്. അതായത് ഞാനത് അറിയുമ്പോൾ സോപ്പ് എടുക്കാൻ വരും. അപ്പൊ എന്താ മണി അവര് ചോദിച്ചു. അവര് അവിടെ മരട്ട അവിടെ പൊക്കോണം. ഇവിടെ പോയിട്ട് ഈ ഗേറ്റിൽ കിടന്നിട്ടില്ല. അപ്പോഴത്തെ ഇവിടെ പൊട്ടു വരും കേൾക്കണം. ഞാൻ അങ്ങനെ ഒന്ന് ധരിച്ചു. കൂലി മേടിക്കാൻ പോയതാണ് മറ്റുള്ളവരുടെ പള്ളിക്ക്. അവരെ തലയ്ക്ക് മേലെ പെട്ടെന്ന് പോയി. അവിടെ കമ്മിലേക്ക് പൊട്ട 2 പൊട്ടാണ് പൊട്ടിട്ടൊക്കെ ചെവിട്ടും കാണാനില്ല, അല്ല കേൾക്കാനില്ല, കണ്ണും കാണാനില്ല. ആ മറിഞ്ഞു എങ്ങനെയാണ് അവിടെ നിന്ന് കയറിയത് എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ 17ഓളം ആളുകൾ മരിച്ചു. ഈ മരിച്ച ആളുകളില് വളരെ അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരിക്കും, അല്ലാത്തവരും ഉണ്ടായിരിക്കും. എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. ഇതില് ഇപ്പൊ ചികിത്സയിൽ തൊട്ടടുത്ത് എന്റെ വീടിന് തൊട്ടടുത്ത് മകനാണ് ഞാൻ വിളിക്കുക. അവനെ കേട്ടിട്ട് ഒരു ചോർന്ന ഷർട്ടിട്ടിട്ട് എന്താണ് 24-ലൊക്കെ കാണിച്ചു തരും. പിന്നെ ഒരു ഇൻസ എന്ന് പറയും വേലൂരില്, അവന് ചെവിടി ലാസം പതാ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങനെ പോകും. അത് അങ്ങനെ സാധനം. എനിക്ക് ഓരോരുത്തര് ഒന്ന് രക്ഷപ്പെട്ടവര് കുറച്ചുണ്ട്. ഈ രക്ഷപ്പെട്ട ആളുകളുടെ അവസ്ഥ ഇപ്പൊ എന്താ? അവർക്ക് കുഴപ്പമില്ല. ഇനി മേലാക്ക ഞാൻ പഠിക്കാൻ പോവില്ല എന്നുള്ളൊരൊറ്റ വാശിയിൽ പറയുന്നു. ഈ രക്ഷപ്പെട്ട ആളുകൾ ഞാൻ കാര്യം പറയുന്നത്, ഇത് എത്ര നിങ്ങൾക്ക് ഈ ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ, ഈ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു പണിയാണ്, എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. നിങ്ങൾക്ക് എത്ര രൂപയാണ് കൂലിയൊക്കെ? 1500, 1200 അങ്ങനെയൊക്കെ ഉണ്ട് കൂലി കിട്ടുന്നുണ്ട്. ഇതിന്റെ ഇതിന്റെ ഒരു ഇത്ര റിസ്ക് ഉള്ള ഒരു പണിയാണ് ഇത്. 1500 രൂപ കൂലി കിട്ടുന്നു പറയുന്നത്. ഈ ഒരു പണി കരാറെടുത്ത് പൂരപ്പറമ്പിലൊക്കെ ഈ മരുന്ന് പണി നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ തൃശ്ശൂർ പൂരത്തിന്റെ ഈ മരുന്ന് പണിയൊക്കെ എത്ര രൂപ പണിയായിരിക്കും ഏകദേശം? അതായത് ഭയങ്കര സംഖ്യയാണ്. അത് വില ഞങ്ങളോട് ഒരാളോട് പറയും. അവര് കൊട്ടേഷൻ വെച്ചിട്ടാണ് ഈ പണി കൊടുക്കുക. ഇന്ന സാധനത്തിന് ഇത്ര കൊടുക്കുക, ഇന്ന സാധനത്തിന് ഇത്ര കൊടുക്കുക. ഞാൻ മാത്രമല്ല, വേറെ 50 ആളുകൾ കൊട്ടേഷൻ കൊടുക്കും. അപ്പൊ അതിന് നോക്കിയിട്ട് കുറച്ച് നല്ല കൂട്ടുകാരെ കണ്ടെത്തി വില കുറവുള്ളതിന് മാത്രമാണ് അവർ കൊടുക്കുള്ളൂ. സ്വന്തം നിലക്ക് മോനേട്ടർ ഇപ്പൊ പണികൾ നടത്താറുണ്ടോ? ഇല്ല. 8 വർഷത്തിന് ശേഷം ഇല്ല. ഈ സ്വന്തമായിട്ടുള്ള പണി നടത്തുന്ന സമയത്ത് പലപ്പോഴും പോലീസും പരിശോധനയും ചില അപകടങ്ങളൊക്കെ ഉണ്ടാവുമ്പോ, ഇപ്പം ഇവിടെ അപകടം ഉണ്ടായപ്പോ തന്നെ പാലക്കാടൊക്കെ പോയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ റെയ്ഡ് നടത്തി മരുന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അറസ്റ്റോ അതുപോലെ മറ്റു നടപടികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഇവിടെ വടക്കാഞ്ചേരി തഹസിൽദാരെ വന്നു. എന്നിട്ട് ഞാൻ എവിടെ പണിയുന്ന സ്ഥലം അത് ഇവിടെ വില്ലേജിലറിയാം. അവരും കൂടി വന്നു. അപ്പൊ അവിടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് 10-18 ആൾക്കാരുണ്ട്. പണി എടുത്തുകൊണ്ടിരിക്കുമ്പോ തഹസിൽദാർ വന്നു. വില്ലേജിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോന ഒന്നുകൂടെ വന്നാൽ വേണ്ടി കാര്യം പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഞങ്ങളുടെ അടുത്ത് കൊണ്ട് ജീപ്പ് കൊണ്ട് നിർത്തിയിട്ട് എന്റെ ചന്ദ്രേട്ടൻ എന്ന് പറയും. എന്റെ തഹസിൽദാരെ വന്നിട്ട് മരുന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ഈ ലൈസൻസിൽ 5-10 കിലോ ഗന്ധകത്തിന് പണിയുള്ള അധികാരമുള്ളത്. ഇത് ഒരു ചാക്ക് തന്നിട്ടുണ്ട്. കാരണം ഇവിടെ കഷ്ടകാലം. അങ്ങനെ ഇയാൾ വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വീഡിയോകൾ വടക്കാഞ്ചേരിക്ക് വിളിക്കുന്നു, കുന്നോളത്തേക്ക് വിളിക്കുന്നു. അവരാരും വരുന്നതാണ്. പിന്നെ മൊബൈലിൽ നേരെ തൃശ്ശൂർക്ക് വിളിച്ചു. അപ്പൊ അവിടുന്ന് ഓർഡർ 202 ഉടനെ എല്ലാം ഈ പോകുന്നു. ഒരു ടമ്പി വിളിച്ചതായിരുന്നു. ഈ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടു. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇരുമൂറ്റി അല്ല, ഞാൻ പണിയിലെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ മരുന്ന് കൂട്ടിയിട്ട് ടാർപ്പായനുണ്ട്. അത് കെട്ടി വെച്ചിട്ട് വണ്ടിയിൽ കയറ്റി. അങ്ങനെ ഇരുമൂറ്റി സ്റ്റേഷനിൽ കൊണ്ടുവച്ച് ഇതൊക്കെ ഇറക്കി ഈ മരുന്ന് കൊണ്ടുവച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നീരിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്തു. വെറുതെ ആവശ്യമില്ലെങ്കിൽ കേട്ടു. അപ്പൊ അവിടെ ഒരു അമ്മായി ഉണ്ട്, ചോറ് വയ്ക്കാൻ ഒരു അമ്മായി. ഇത് കേട്ടിട്ട് നിന്നിട്ട് മോനെ അതെ 100 പ്രാവശ്യം പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കരുത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് പിടിച്ചുകൊണ്ടുപോയ മരുന്നില്ല. അതെ. അങ്ങനെ ഒരു വണ്ടി വന്നപ്പോ എന്നെ നേരെ കയറ്റി ഇവിടേക്ക് കോടതിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് എഴുതി കൊടുത്ത് ഇതൊക്കെ പിന്നെ റിമാൻഡ് 14 ദിവസം റിമാൻഡ് പറഞ്ഞു. എന്നെ അവിടെ കൊണ്ടുപോയി. ഈ ചങ്ങായി 100 പ്രാവശ്യം പറഞ്ഞു വെള്ളമൊഴിക്കരുത് പറഞ്ഞു. ഈ മരുന്ന് പിടിച്ചെടുത്ത മരുന്ന്. അതെ. ഈ പൊന്നു ചങ്ങായി ചെയ്ത് അറിയാം. അസലായിട്ട് കുറച്ച് വെള്ളം കൊണ്ടുപോയി. അതായത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ എന്റെ വെപ്പുമുറിയുടെ വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് പോസ്റ്റ് ഓഫീസിന്റെ തൊട്ട് ഒരു ഉന്തുവണ്ടിയിൽ ചായ കച്ചവടം ചെയ്യുന്നു. അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് ചായ മേടിച്ചിട്ട് 2 വലിയ മുമ്പിൽ വെച്ചിട്ടുള്ളൂ.
മൂന്നാമത്തെ വഴിക്ക് നേരം ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ ഒരു ഭൂമികൾ കണ്ടു. പോലീസ് സ്റ്റേഷനകത്ത് പൊട്ടി. സ്കൂളിലെ കുട്ടികളൊക്കെ പുറത്ത് ചാടി, അടുത്ത കുട്ടികളിലൊക്കെ പുറത്ത് ചാടി. എന്താ ഉണ്ടായി? ഈ ഗ്ലാസുകളൊക്കെ പിടിപ്പിച്ചിട്ട് പൊട്ടി. പിന്നെ കൊണ്ടുപോയിട്ട് സബ് ജയിലിൽ ഉണ്ടാക്കി. പിറ്റേ ദിവസം അടിയന്മാര് ഗ്രാമത്തിലെടുത്ത് ഇവിടെ ആക്കി കൊടുത്തു. അപ്പൊ അന്ന് ഇവിടെ പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു SI ആണ് തിരുവനന്തപുരം സ്റ്റേഷനിൽ. പുള്ളിക്കാരനോട് വീട്ടിലെ മൊബൈലില്ല, ലൈൻ ഫോണിൽ കുടിച്ചിട്ട് മോനെ അർജന്റായിട്ട് പോയത്. ശരി കേട്ടോ ചെന്നു. അപ്പൊ എന്തെങ്കിലും 4 പറമ്പൊക്കെ കാണിച്ച് ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്, നല്ല മരുന്ന് പൊട്ടിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിർമ്മയിലൊക്കെ ആയിട്ട് വെള്ളമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. അപ്പൊ അമ്മായി ജോലി എന്നിട്ട് പറഞ്ഞു, ആ കുട്ടി പറയുന്നത് ശരിയാണ്, 100 പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ പുതിയൊരു പോലീസ് ഉണ്ട്, പുതിയതായിട്ട് മാറ്റമുണ്ടാകും. അയാളാണ് പണി ചെയ്യുന്നത്. ആ മോനെ വിളിച്ച് ഇതുണ്ടോ 100 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞല്ലേ നിർമ്മയിലൊക്കെ വെള്ളമൊക്കെ ഇത് വെക്കല്ലേ. ശരി സാർ, ശരിയാ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പോയി. ഇന്ന് ശരി ഈ ജയിലൊക്കെ നേരിയൊക്കെ കയറിയിട്ടാവും മോനാറ് ഇന്നെ കൊണ്ട് കൊണ്ടുവരും. ഞാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തതല്ലേ, ഇന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ കേസിന്റെ വഴിക്ക് പോകും. അതായത് ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടം അവിടെ ഉണ്ടായി. എന്നാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല, തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചെറിയ അശ്രദ്ധ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ്. ഇവിടെ മുണ്ടത്തിക്കോട് അപകടം എന്ന് പറയുന്നത് ഈ ഒരു തിരിയാണ് ചതിച്ചത്. ശ്രദ്ധിക്കണമായി. ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. പക്ഷെ അത് അങ്ങനെ തോന്നി. സ്വന്തം അനുഭവത്തിൽ സ്വന്തം മകൻ നഷ്ടപ്പെട്ടത് ഇതേ പ്രശ്നം തന്നെയാണ്. മുണ്ടത്തിക്കോട് ഈ അപകടം നടന്ന സ്ഥലത്ത് ആ വെടിക്കെട്ട് പുരയില് പണിക്ക് പോയിരുന്ന വ്യക്തിയാണ് മോഹനേട്ടൻ. അദ്ദേഹം പറഞ്ഞല്ലോ 8 വർഷം മുമ്പ് മകൻ മരിച്ചതിന് ശേഷം ഇദ്ദേഹം സ്വന്തമായിട്ട് വെടിക്കെട്ട് പരിപാടികളൊന്നും നടത്തിയിരുന്നില്ല, മറ്റുള്ള ആളുകളുടെ കൂടെ പണിക്ക് പോവുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ മുണ്ടത്തിക്കോട് തൃശ്ശൂര് വെടിക്കെട്ട് പുരയിൽ അദ്ദേഹം പണിക്ക് പോയിരുന്നു. അവിടെ എന്താണ് അപകട കാരണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിലാണ് മോഹനേട്ടൻ അവിടെ പോയിരുന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് തിരിയാണ് ചതിച്ചത്. തിരിയിൽ ഒരിക്കലും അങ്ങനെ എന്താണ് മരുന്ന്, ഈ മരുന്ന് തിരിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ചതാണ് പ്രശ്നമുണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മോഹനേട്ടൻ ഇത് മാത്രമാണ്. മോഹനേട്ടൻ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അശ്രദ്ധകൾ അവസാനിപ്പിക്കണം, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ ഇപ്പൊ ഈ അപകടം നടന്ന ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളൊക്കെ ഇനി പണിക്കില്ല എന്ന് പറഞ്ഞ് അവര് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ ഒരു പണി തന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം തന്നെയാണ് മോഹനേട്ടനാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് പറയാനുള്ളത്.